മുടി ഇനി കാട് പോലെ വളരും. ഇതാണ്ടേ ഈ മുരിങ്ങയില മാത്രം മതി. മുരിങ്ങയില മാത്രം പോരാ, ഒരു സാധനം കൂടെ വേണം. അപ്പോൾ നമുക്കിന്ന് മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ മുടി വളരുക, മുടി കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ചെറുപ്പത്തിൽ തന്നെ മുടി കുറേ കൊഴിഞ്ഞു പോകുന്നവരുണ്ട്. നമ്മൾ കുളിക്കാൻ കയറുമ്പോഴാണ് മനസ്സിലാവുന്നത്, നമ്മൾ തല തോർത്തുമ്പോൾ മനസ്സിലാവും മുടി നമ്മുടെ നന്നായിട്ട് കൊഴിയുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്കിന്ന് മുരിങ്ങയില വെച്ച് നമുക്ക് മുടിയെ വളർത്തിയെടുക്കാനും ഈ മുടി കൊഴിച്ചിൽ നിർത്താനും ഒരു പാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നാണ്ടെ ആദ്യം വേണ്ടുന്ന മുരിങ്ങയിലയാണ്. പിന്നെ നാണ്ടെ കുറച്ച് ഉലുവ ഞാൻ കുതിരാനായിട്ട് വെള്ളത്തിയിട്ടുണ്ട്. നിങ്ങൾ തലേന്ന് രാത്രിയിൽ ഇട്ട് വെക്കുക, പിറ്റേ ദിവസം രാവിലെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല. എത്രത്തോളം കുതിരുന്നു അത്രത്തോളം നല്ലതാണ്. ഇനി എങ്ങനെയാണിത് റെഡിയാക്കി എടുക്കുന്നത് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നാളെ ഒരു പിടി മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അത് ഞാൻ നാട്ടെ മിക്സിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുതിരാൻ വെച്ചിരുന്ന ആ ഉലുവയും ആ വെള്ളവും കൂടെ അതിനകത്തേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പം വെള്ളം കുറവുണ്ട്, കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഉപയോഗിക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ദാണ്ടെ ഈ പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലയൊട്ടിയിലും തലമുടിയിലുമായിട്ട് ഇതിനെ നന്നായിട്ട് കുറേശ്ശെ തേച്ച് പിടിപ്പിക്കണം. കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പായിരിക്കണം ഇത് നമ്മൾ തലയൊട്ടിയിലും അതുപോലെ തന്നെ തലമുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടത്. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ നമുക്ക് കുളിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഷാമ്പു യൂസ് ചെയ്യരുത്. അഥവാ ഷാമ്പു യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പു വാങ്ങിക്കാൻ കിട്ടും. എല്ലായിടത്തും ഒന്നും കാണത്തില്ല. ചില സൂപ്പർ മാർക്കറ്റിലും ചില മെഡിക്കൽ സ്റ്റോറിലും ഒക്കെ കണ്ടിട്ടുണ്ട് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നല്ല ഷാമ്പു കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ താളിയോ അതുപോലുള്ള സാധനങ്ങൾ വെച്ച കഴിവോ ഒരു കാരണവശാലും ഈ പറഞ്ഞ ഷാമ്പു നമ്മുടെ തലയിൽ തേക്കരുത്. ഇതിന് ശേഷം തലയിൽ തേക്കരുത്. തേച്ചാൽ അത് നമുക്ക് നെഗറ്റീവായിട്ട് മാത്രമേ ബാധിക്കത്തുള്ളൂ. അപ്പം ഇതിനൊരു ചെറിയ സ്മെല്ലുണ്ടാവും. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഞായറാഴ്ചകളിലോ അല്ല ശനിയാഴ്ച അവധിയാണെങ്കിൽ അവധി ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെറിയൊരു നമുക്ക് ഈ മുരിങ്ങയിലയുടെ ഒരു സ്മെല്ലുണ്ട്. അത് ചിലപ്പം ചിലർക്ക് തലയിൽ നിൽക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഞായറാഴ്ചയോ ശനിയാഴ്ച അവധി ദിവസങ്ങളിൽ ഇത് ചെയ്യാൻ, ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ചെയ്തിരുന്നാൽ മതി. നല്ല എഫക്റ്റീവാണ്. പിന്നെ ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം. നിങ്ങൾ ചിലപ്പം ഒരു 10 ദിവസമോ അല്ലെങ്കിൽ 20 ദിവസമോ ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളിത് പൂർണ്ണമായിട്ട് നിർത്താറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കുറച്ചധികം നാൾ, കുറഞ്ഞത് ഒരു 2 മാസമെങ്കിലും അല്ലെങ്കിൽ 3 മാസമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാകും. നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ള ഇതുപോലെ തന്നെ മുടി വളരാൻ ചെയ്തിട്ടുള്ള ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ റെമഡികളെല്ലാം ഒരുപാട് പേർക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. വർക്കൗട്ട് ആകാതെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് കൊണ്ടാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പം റെഗുലറായിട്ട് തന്നെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിസ്സാര കാര്യമുള്ളൂ. തലേദിവസം ഉലുവ വെള്ളത്തിലിടുക, അതുപോലെ തന്നെ കുറേ അധികം മുരിങ്ങയില എത്ര ഇട്ടാലും നല്ലതാണ്. ഇത് നല്ല രീതിയിൽ അടിച്ച് പേസ്റ്റ് പരുവത്തിലാക്കി നല്ലപോലെ തലയിൽ തേക്കുക. അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ടും ചെയ്ത് നോക്ക്, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.